ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ നേപ്പാൾ പോകാൻ പോവുകയാണ്. സോ അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. ഇന്ന് മോർണിംഗ് തന്നെ ഞാൻ പോയി പാസ്പോർട്ടിൻ്റെ കോപ്പിയും ആധാറിൻ്റെ ഒരു കോപ്പി വേണമായിരുന്നു, പിന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. സോ ഇനി നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കണം. എന്നിട്ട് നേരെ കഞ്ച് മീൻസ് നഗിസ് വരും. സോ അവളെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡെക്കാത്ലോണിൽ പോകണം, പർച്ചേസ് ചെയ്യണം. ഒത്തിരി പർച്ചേസ് ഉണ്ട്. ആക്ച്വലി നമ്മൾ ഇത്രയും നാൾ, അതായത് നാളെ മോർണിംഗ് 6:30 ആണ് ട്രെയിൻ വന്നിട്ട്. നമ്മൾ ഇന്നേ വരെ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. കാരണം ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുകയാണ്. എന്തായാലും കൺഫേം ആവും എന്നാണ് വിചാരിക്കുന്നത്. സോ നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. ഇനിയും വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ സാധനമില്ലാതെ നേപ്പാൾ പോകേണ്ടി വരും. നമ്മൾ ആക്ച്വലി നേപ്പാൾ പോകുന്നത് ABC ചെയ്യാനായിട്ടാണ്, അന്നപൂർണ ബേസ് ക്യാമ്പ്. സോ അതിനായിട്ട് ഒത്തിരി അധികം സാധനങ്ങൾ വാങ്ങണം. കാരണം ഗിയറിങ് സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. സോ എന്തായാലും നമുക്ക് ഡെക്കാത്ലോണിൽ പോയി പർച്ചേസ് ചെയ്താലേ പറ്റത്തുള്ളൂ. സോ ഈ ഒരു വ്ളോഗിൽ നേപ്പാൾ പോകുന്നതിന് മുമ്പുള്ള സാധനങ്ങൾ വാങ്ങുന്നതും ബാഗ് റെഡിയാക്കുന്നതും ബാഗ് പാക്ക് ചെയ്യുന്നതും അങ്ങനെ ഫുഡ് ഐറ്റംസൊക്കെ കുറേ വാങ്ങാനുണ്ട്. പ്രോട്ടീൻ ബാർസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ആയിരിക്കും, വ്ളോഗായിരിക്കും ഇതിൽ. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം എനിക്ക് തോന്നുന്നു സപ്പോർട്ട് തീരെ കുറവാണ്. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ആൻഡ് ഓൾസോ ഇനി ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് ABC വ്ളോഗൊക്കെ വരുന്നതായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പം നമുക്ക് എന്തായാലും ഡെക്കാത്ലോണിൽ പോയിട്ട് കാണാം. നഗീസിനെ പിക്ക് ചെയ്യണം. സോ അവിടെ നിന്നായിരിക്കും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ആക്ഷൻ. കളഞ്ഞി അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഞാൻ എന്തൊക്കെ എടുക്കാം ദൈവമേ. കഞ്ച് ബാഗ് ഓൾറെഡി, കഞ്ചിൻ്റെ ബാഗുണ്ട്. ഇനി ട്രക്കിൽ ഇങ്ങനെ പോയാൽ മതി. അല്ല ശരിക്കും ഇത്രയും സാധനമായിട്ട് എനിക്ക് നല്ല വീക്കുണ്ട്. ഇനി ഈ വാങ്ങിച്ച സാധനം കൂടെ വൈകിട്ടേക്കുമ്പോൾ ഇതിലും നല്ല വിറ്റിരിക്കും. നമ്മൾ ബാക്കി കുറച്ച് സാധനം വാങ്ങാനായിട്ട് ഷോപ്പിൻ്റെ പേര് എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു ഷോപ്പിൽ വന്നേക്കാണ്. ഇപ്പം നമ്മളെല്ലാം ഡെക്കാത്ലോണിലൊക്കെ പോയി എല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഓൾസോ നമ്മൾ ജാക്കറ്റ്, എനിക്ക് ജാക്കറ്റ് ഇല്ല. അപ്പം ഞാൻ എൻ്റെ ഇക്കാടെ ഫ്രണ്ടിൻ്റെ അജിംഷി ചേട്ടൻ്റെ ചോദിച്ച് ജാക്കറ്റും ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കാശൻ്റെതാണ്, പക്ഷെ പിശുക്കനാണ്, ആർക്കും 5 പൈസ കൊടുക്കില്ല. ഇപ്പം ബാഗ് ഇതുവരെ കിട്ടിയിട്ടില്ല, അതിൻ്റെ ഇപ്പോൾ വീട്ടിലെത്തത്തേ ഉള്ളൂ. സോ എന്തായാലും നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഈ സ്റ്റോറിൻ്റെ കറക്റ്റ് പേരെന്താ, സീറോ DC ട്രാവൽ സൂപ്പർ സ്റ്റോറാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സീറോ ട്രാവൽ സൂപ്പർ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. വെമ്പാലവട്ടത്താണ്. ഇവിടെ ആക്ച്വലി ട്രാവൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കുറച്ച് ആക്സസറീസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബഡ്ജറ്റും കുറവായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല പോണ വഴിക്ക്. പക്ഷേ ഇവിടെ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. ബഡ്ജറ്റ് ഇപ്പോൾ ഉള്ളവരെ അത്യാവശ്യം ഹൈ ആയിട്ട് പറഞ്ഞാൽ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് സീറോ DC ട്രാവൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ലുലു മാളിലേക്കാണ് പോകുന്നത്. ഇനി കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ട്. ബാക്കി കുറച്ച് ട്രാവൽ ആക്സസറീസ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് വേണം ഇനി വീട്ടിൽ പോകാൻ. എന്തായാലും ഒരു 12 മണി ആവും വീട്ടിൽ ചെല്ലാൻ. ഞാനൊന്നും പാക്ക് ചെയ്തിട്ടില്ല. സോ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് എനിക്ക് പാക്ക് ചെയ്യാൻ. എവരൊക്കെ ഓൾറെഡി പാക്ക്ഡ് ആണ് ഓൾറെഡി. യെസ്. സോ എന്തായാലും ഇനി നേരെ ലുലുവിൽ പോയിട്ട് കാണാം. ഇവള് മറ്റേ സിനിമയിൽ നടന്നോണോലെയൊക്കെ നടന്നോണ്. അന്നെന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് തന്നെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലുലുമാളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. സോ നമ്മൾ ഹൈപ്പറിലേക്ക് പോവുകയാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ. സോ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ എന്തൊക്കെയാണ് വാങ്ങുന്നതെന്ന്. വലുതായിട്ടൊന്നും വാങ്ങുന്നില്ല, എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് അധികമൊന്നും വാങ്ങാൻ
പൈസ ബാഗിൽ ഇട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ബഡ്ജറ്റ് കുറവാണ്, സോ ആ രീതിയിൽ മാത്രമേ നമ്മൾ ഷോപ്പിംഗ് ചെയ്യത്തുള്ളൂ. പക്ഷെ എന്തായാലും നേരെ ഫ്രണ്ടിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. സോ ഗൈസ് 9:30 ആയിട്ടുണ്ട്. നമ്മുടെ 2 പേരുടെ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചല്ല ഈ ഷോപ്പിംഗ് ആക്ച്വലി തുടങ്ങിയത്. പോകാൻ പറ്റുമെന്ന് പോലും നമുക്ക് ഉറപ്പല്ലായിരുന്നു. സോ എന്തായാലും നമ്മുടെ 2 പേരുടെ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇനി ഒരാളുടെ ടിക്കറ്റും കൂടെ കൺഫേം ആവാനുണ്ട്. പക്ഷെ എന്നാലും സ്റ്റിൽ ഹാപ്പിയാണ്. സോ നമ്മളിവിടെ പർച്ചേസിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ്. പർച്ചേസിങ് നേരത്തെ തുടങ്ങി, ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഊർജ്ജമായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാധനം ഇതിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനവും വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്പർ ആഡ് ചെയ്തോളേ. അപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റുഡിയോയിൽ പോയി കുറച്ച് സാധനം നോക്കാനുണ്ട്. അത് മാത്രമല്ല വേറെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാൻ നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വാങ്ങണം. സോ അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. വീട്ടിൽ പോയിട്ട് വേണം എനിക്കിനി ബാക്കി പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട്. കഞ്ചു ഓൾറെഡി എല്ലാം ചെയ്തിട്ടാണ് വന്നത്. സോ പാവം ഒറ്റയ്ക്ക് തള്ളിക്കൊണ്ട് വരികയാണ് അവള്. സോ കാണാം നമുക്ക്. ഗൈസ്, അപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് പാപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാപ്പയുടെ കാറിൽ വെച്ച് എല്ലാം വെച്ചിട്ട് ഇനി കുറച്ച് സാധനം കൂടെ വാങ്ങാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതിനുവേണ്ടി നമ്മൾ പിന്നെയും ലുലുവിലേക്ക് എൻട്രി ചെയ്യുകയാണ്. എന്നിട്ട് ഇനി കുറച്ച് സ്റ്റുഡിയോന്ന് കുറച്ച് സാധനം വാങ്ങാണ്ട്, പിന്നെ ബോട്ടിൽസ്, ചെറിയ ബോട്ടിൽസും കൂടെ വാങ്ങാണ്ട്. ഇത് ക്ലോസ് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 10 ആയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് അതും കൂടെ വാങ്ങാം. റെയിൻകോട്ടുണ്ടോ? ബാഗിൻ്റെ റെയിൻകോട്ട് ഉണ്ടോ നോക്കിയാണ്. ബാഗിൻ്റെ റെയിൻകോട്ട് ഉണ്ടോ നോക്ക്. ഗൈസ്, അപ്പം നമ്മൾ ഇത് വാങ്ങണം. കാരണം നമുക്ക് എല്ലാ സാധനവും ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാം സ്റ്റോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സോ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഗൈസ്, നമ്മൾ വാങ്ങിയത് ഇതാണ്. ഇതിൽ ഓൾമോസ്റ്റ് മിനിസോ എന്നാണ് വാങ്ങിയത്. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്, എന്നാലും ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ അല്ലേ. സത്യം പറഞ്ഞാൽ കോലം കെട്ടിരിക്കുകയാണ് ഞങ്ങൾ. വിയർത്ത് കുളിച്ച് ഒരു പരുവായി അല്ലേ. ഇനി നമ്മൾ നേരെ ലുലു ഫാഷനിലോട്ട് കയറാന്നാണ് വിചാരിക്കണം. പക്ഷെ ക്ലോസ് ആയാന്ന് അറിയത്തില്ല. ലുലു ഫാഷൻ്റെ അകത്തിരിക്കുകയാണ്. ആക്ച്വലി ബാഗിൻ്റെ റെയിൻ കവർ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. കുഴപ്പമില്ല, നമുക്ക് നേപ്പാളെത്തിയിട്ടോ എവിടെന്നെങ്കിലുമൊക്കെ നമുക്കത് വാങ്ങാം. ബാക്കി ഓൾമോസ്റ്റ് വാങ്ങി. ഇനി കുറേ സാധനങ്ങൾ വാങ്ങാണ്ട്. ഗ്യാസ് സ്റ്റൗ ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. അതൊക്കെ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും വാങ്ങാമെന്നുള്ള മൈൻഡ് സെറ്റിലാണ് നമ്മളിരിക്കുന്നത്. എന്തായാലും ഇപ്പം ടൈം 10:30 ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് 6:30 ട്രെയിൻ. ഇനി വീട്ടിൽ പോയിട്ട് പാക്കെല്ലാം ചെയ്തിട്ട് എങ്ങനെയാണെന്ന് എനിക്കൊരു എത്തും പിടുത്തുമില്ല. ഒന്നും അറിയും, ഒരു കിളി പോയിരിക്കണ അവസ്ഥയാണ് ഇപ്പം. എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാൻ പറയുന്നതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെയാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ ഇപ്പോൾ ഇരിക്കും. മൈൻഡ് സെറ്റല്ല, ഫുൾ പോയിരിക്കുക, കിളി പോയിരിക്കുക. യെസ്, നമ്മൾ പീരീഡ്സ് പാൻറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് മഹീനയുടെ പീരീഡ്സ് പാൻറ്റിയാണ്. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര പക്ക യൂസ്ഫുൾ പ്രോഡക്റ്റാണത്. യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ വാങ്ങാൻ വന്നതാണ്. അഥവാ മേ ബി ട്രെയിനിലൊക്കെ വെച്ച് പീരീഡ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് 999 ആണ് കേട്ടോ. ഇത് വലുതാണ്. ഇനി ഫുഡും കൂടെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകണം. പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ഒരാളൊരു സാധനം എടുക്കാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, നർഗിസ്. അപ്പോൾ നമ്മൾ എല്ലാം വാങ്ങി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്
മേളിൽ ഫുഡ് കോർട്ടിൽ വന്ന് നമ്മൾ ദോശയാണ് വാങ്ങിയിട്ടുള്ളത്, ചായ വാങ്ങി. വീട്ടുകാരും വന്നിട്ടുണ്ട്. സോ നമ്മളിനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് ബാഗ് പാക്ക് ചെയ്യുമ്പം കാണിച്ചു തരാം. കഞ്ചു മസാല ദോശയാണ് പറഞ്ഞത്. പാപ്പാക്ക് ജീനി ദോശയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് പിസ്സ അല്ലേ? ആ, ഇറ്റ്സ് പിസ്സ ദോശ, ജീനി ദോശ. ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ. അതും ആക്ച്വലി സൂപ്പറാണ്, ഇതും സൂപ്പറാണ്. ഞാൻ സാധാ ഗീ റോസ്റ്റാണ്, പ്ലെയിൻ ദോശയാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഞാൻ ഇവിടെ വെച്ചെന്ന് വെച്ചാൽ എനിക്കിവിടെ വെക്കാൻ സ്ഥലമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഫുഡ് കഴിക്കാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിൽ ചെന്ന് പാക്കിംഗ് ആയിരിക്കും. ഇന്ന് ഉറക്കമില്ല, കാരണം നിങ്ങൾക്കറിയാലോ നമ്മൾ സാധനം വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ആക്ച്വലി നമ്മൾ ടിക്കറ്റ് കൺഫേം ആവുന്നത്. സോ ഇനി വീട്ടിൽ ചെന്ന് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. വീട്ടിൽ പോയിട്ടുള്ള ഒരു ടവൽ വീട് പിന്നെ ട്രെയിനിൽ ഇരുന്ന് വേണം ആക്ച്വലി നമുക്ക് ഉറങ്ങാൻ. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം 11:30 കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്ക് രാത്രി വണ്ടി ഓടിച്ച് പോവുകയാണെന്ന്. ആണ്, പക്ഷേ എൻ്റെ ഉമ്മച്ചിയും ബാബുജിയും പിറകിൽ കാറിൽ വരുന്നതായിരിക്കും. സോ ഇനി തേക്കട വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. നമ്മളിപ്പം കഴക്കൂട്ടം കഴിഞ്ഞ് മെട്രോഡ് കയറിയിട്ടുണ്ട്. വീട്ടിലേക്ക് പോവുകയാണ്. സോ നൈറ്റ് ട്രെയിൻ. അതെ, മൈ ഗേൾ ബെസ്റ്റ്. അത് പ്രത്യേകം ഞാൻ പറയുന്നത്, ഭാര്യ കാണുമ്പോഴത്തേക്ക് എന്നെ വന്ന് അടിക്കരുത്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ റൂമിൻ്റെ അവസ്ഥ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ അതിഭയാനകമാണെന്ന് വേണമെങ്കിൽ പറയാം. ഫുഡ് ഐറ്റംസ് ഒക്കെ കുറച്ചെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഞ്ചുവിൻ്റെ ബാഗാണ്. തൽക്കാലത്തേക്ക് ഇനി എനിക്ക് ബാക്ക് പാക്ക് റെഡിയാക്കാനുണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ. ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ട്രക്കിംഗ് ബോള്, പിന്നെ കുറേ തെർമൽ അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ ഇന്ന് ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിച്ച കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇനി എടുക്കാനുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചത്. ഫുഡ്, ബ്രെഡ്, ഇതൊക്കെ നമ്മൾ തൽക്കാലത്തേക്ക് ട്രെയിനിൽ ഇരുന്ന് കഴിക്കാനുള്ള രീതിയിലാണ് എടുത്തേക്കണത്. പിന്നെ കുറേ സൂപ്പ്. പാടില്ല, വളരെ വയറൊക്കെ നിറച്ച് കഴിച്ചില്ലെങ്കിലും ആവശ്യമുള്ളത് ഗ്യാസ് കഴിക്കണം. പിന്നെ നമ്മൾ മൂസ്ലി മുസ്ലി വാട്ടവർ. പിന്നെ സ്നിക്കേഴ്സ് എടുത്തിട്ടുണ്ട്, യോഗ ബാർ എടുത്തിട്ടുണ്ട്. യോഗ ബാറൊക്കെ ആക്ച്വലി നമ്മൾ കുറേ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ആളുടെ കയ്യിലും സ്റ്റോക്ക് ഉണ്ട്. ഇതും അതാണ് കേട്ടോ. ഇതും യോഗ ബാറിൻ്റെതാണ്. ഇത് നമ്മൾ ഇതൊക്കെ ഏതാണെന്ന് ആക്ച്വലി മാക്സ് പ്രോട്ടീൻ എന്നുള്ളൊരു ഡെയിലി കുടിക്കാൻ സൂപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മാഗിയുടെ മറ്റേ ഇൻസ്റ്റന്റ് മാഗി അല്ലേ ഇത് കപ്പ് നൂഡിൽസ് പിന്നെ 2 കവർ ലയൻ്റെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. എന്താണ് അത് ഞാൻ അവനെ കൊടുത്തു. പിന്നെ ചോക്കോസ് വണ്ടിയിൽ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഒന്ന് കൊടുത്തു. ട്രെയിനിൽ ഇരിക്കുമ്പോൾ കഴിക്കാനായിട്ട് ചവച്ചുകൊണ്ടിരിക്കാനായിട്ട് ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ സീഡ്, ഇതൊക്കെ നമ്മുടെ എനർജി ആയിട്ട് എടുക്കാന്നുള്ള രീതിയിലാണ്. പിന്നെ ചായപ്പൊടി ഉണ്ട്. ഇത് ആക്ച്വലി ചായ ഇല്ലാതെ ആക്ച്വലി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ ചായ ഒരു എനർജി ആണല്ലോ. ഇനി ഒരു കോഫി പൗഡർ ഉണ്ട്, അത് ഉമ്മച്ചിയുടെ കയ്യിലുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു. പിന്നെ പീനട്ട് ബട്ടർ, പിന്നെ നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തതാണ്. ഇനി കഞ്ചു വേറെ എടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഇത് ഡെക്കാത്തലോണിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഹൈഡ്രേഷൻ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് എന്താണ്, നമ്മളും അറിയത്തില്ല ഇതൊക്കെ എങ്ങനെയാണെന്ന്. ഇനി വേണം ഇതൊക്കെ നോക്കാൻ. വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് നമ്മൾ വാങ്ങിച്ചില്ല, അത് നമുക്ക് മേ ബി അവിടെ ചെല്ലുമ്പോൾ വാങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസിൽ നമ്മൾ എടുത്തേക്കണം. ഇതിലായിട്ട് സ്റ്റൗ ഇല്ല. സ്റ്റൗ നമുക്ക് നിരക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സീറോ DC അവിടെ പോയത്. പക്ഷെ സാധനം ரொம்ப എക്സ്പെൻസീവ്. അപ്പോൾ ഇനി പൊക്കാറയിൽ ചെന്നിട്ട് അവിടെ പോയി
പൊക്ര നോട്ട് പൊഖാര. യാ ഐ ഡോണ്ട് നോ. സോ ആ സ്ഥലത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് ഫൈനൽ ഗിയർ എന്തെങ്കിലും നോക്കണമെങ്കിൽ പോയി അവിടെ നോക്കാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അവിടെ പോകുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ. യെസ് ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ്. ഇത് ആക്ച്വലി കഞ്ചു കുറേ പാക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, കഞ്ചിൻ്റെ ബാഗിലുണ്ട്. ഇനി എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി പിറക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്യണം. ഈ കോട്ടൊന്നും ആക്ച്വലി എൻ്റെതല്ല, ഇതൊക്കെ ഞാൻ വേറൊരാളുടെ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. എൻ്റെ ബാഗും സെയിം എൻ്റെതല്ല. യാ ഗൈസ്, അപ്പം നമ്മുടെ ട്രക്കിംഗ് ഷൂസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ട്രക്കിംഗ് ഷൂസ്, ട്രക്കിംഗ് പോൾ അതിലുണ്ട്, പിന്നെ സോക്സ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ക്യാപ്പ് മേടിച്ചു. ഐ ഡോണ്ട് നോ സംതിങ് ലൈക്ക് ദാറ്റ്. ബക്ലാവയിലുണ്ട്, നമ്മൾ കഴിക്കുന്നത്. അത് നമ്മൾ കഴിക്കുന്നതാണ്. ബലക്ലാവ മേടിച്ചിട്ടുണ്ട്, ഫ്ലീസ് ഉണ്ട്, പിന്നെ മൈക്രോ ഫൈബർ ടവൽ ഉണ്ട്, അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ്, വേറെ എന്തെങ്കിലും. ട്രക്കിംഗ് ബാൻഡ്, വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ട്രക്കിംഗ് ബാൻഡ്. അതൊന്നും എടുത്ത് കാണിച്ചു കൊടുന്നേ. ആണ് മെന്നിന്റെ ആണ്. മേടിച്ചിട്ടുണ്ട്. ഇത് മെന്നിന്റെ ആണ്. ഇത് മെന്നിന്റെ ആണ് കേട്ടോ. കറക്റ്റ് നമുക്ക് സൈസ് കിട്ടിയില്ല ആക്ച്വലി, അതാണ്ട് നമ്മൾ മെന്നിന്റെ എടുത്തു. പിന്നെ എന്താണ്, പിന്നെ നമ്മൾ ഫ്ലീസും കൂടെ കാണിച്ചു കൊടുക്കാം. ഫ്ലീസും കൂടെ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും. പാന്റ് നേവി ബ്ലൂ കിട്ടിയുള്ളൂ, ബ്ലാക്ക് ആക്ച്വലി നമുക്ക് കിട്ടിയില്ല എന്ന് പറയാം. ഇതൊക്കെ തന്നെയാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ ഇരിക്കും. ട്രെയിനിൽ ഒറ്റയ്ക്ക് ഞാൻ കയറി പോകേണ്ടി വരും. സോ കൊച്ചുവേളിയിലാണ്. ഓക്കെ, ട്രിവാൻഡ്രം സെൻട്രലല്ല, ട്രിവാൻഡ്രം നോർത്ത് കൊച്ചുവേളിയിലാണ്. സോ എന്തായാലും ഞാൻ പോയി എൻ്റെ ബാക്ക് പാക്ക് റെഡി ആക്കട്ടെ. ഇനി സംസാരിച്ചിരുന്നാൽ ശരിയാവത്തില്ല. അപ്പം ഓക്കെ, ബൈ ബൈ. അപ്പം നമ്മളിതേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേപ്പാളിൻ്റെ എന്താണ് ബാക്ക് പാക്ക്. യെസ് ഗൈസ്, ഇനിയുണ്ട് ഗൈസ് ഇതൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം തന്നെ ബാഗിൻ്റെ അകത്ത് ഇതൊക്കെ നിൽക്കുമെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. ഇതാണ് ബാഗ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അവളുടേതും വെയിറ്റ് ഉണ്ട്, എൻ്റെതും നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഒരു കുട്ടി ബാഗ്, ഇത് അവളുടെ ഒരു കുട്ടി ബാഗ്, ഇതെൻ്റെ ട്രക്കിംഗ് പോളാണ് വെച്ചേക്കുന്നത്. സോ ഭയങ്കര ആലോചിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ഞാൻ മല കയറും എന്ന് ചോദിച്ചാൽ എനിക്ക് നോ ഐഡിയ ഗൈസ്. എനിവേ നമുക്ക് നോക്കാം ഗൈസ്. സമയം ഇപ്പം 4 മണിയായിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് അല്ല, മൊത്തത്തിൽ എൻ്റെ ബാഗൊക്കെ ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞ് നർഗിസ് ഉറങ്ങുകയാണ് അപ്പുറത്തെ റൂമിൽ. അപ്പം നമ്മുടെ ബാഗൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബാഗ്, ഇതെൻ്റെ കുട്ടി ബാഗ്. സോറി, ഇതാണ് എൻ്റെ കുട്ടി ബാഗ്. ഇത് കഞ്ചുവിൻ്റെ കുട്ടി ബാഗ്, ഇത് കഞ്ചുവിൻ്റെ വലിയ ബാഗ്. ഓക്കെ, ഇതൊക്കെയാണ്. സോ ഇവിടെയൊക്കെ ഫുൾ കുളമായിട്ട് കിടക്കുകയാണ്. സോ അപ്പം നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഉറങ്ങാനൊന്നും പറ്റത്തില്ല. ഇനി ട്രെയിനിൽ കയറിയിട്ട് വേണം എനിക്കൊന്ന് നേരെ ഉറങ്ങാൻ. സോ എന്തായാലും ഇനിയിപ്പം അടുത്ത വ്ളോഗിൽ കാണാം. സത്യം ഞാൻ എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. ഇപ്പം കുറച്ച് എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എക്സൈറ്റഡ് ആണ്. എന്നാലും ഈ ബാഗ് തൂക്കിയിട്ട് കയറുന്ന കാര്യം എനിക്ക് കൺഫ്യൂഷനാണ്. യെസ്, അപ്പോൾ ഇത് നമ്മൾ ചോറ് പൊതിഞ്ഞ് വെച്ചേക്കുകയാണ്. ഇത് ഓറഞ്ച്, പഴം, ചായ. രാവിലെ എത്ര മണിയായി? 4 മണി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മൾ ലഞ്ച് കൊണ്ടുപോകണത്. ഇതാണ് നമ്മുടെ ഫുഡ്, ഇന്നത്തെ ഫുഡ്. ഇന്ന് ആക്ച്വലി നമ്മൾ മൊത്തം ഫുഡും പാക്ക് ചെയ്ത് പോവുകയാണ്. ഇതിൽ ഊണ്, മേ ബി ഇതിലാണെന്ന് തോന്നുന്നു ഊണ്. ഇതിൽ ചപ്പാത്തിയും ഉള്ളിക്കറിയാണ്. സോ ഉമ്മച്ചി എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് എല്ലാം പാക്ക് ചെയ്ത് തന്നതാണ്. ഗൈസ്, നമുക്ക് കുടുക്ക പൊട്ടിക്കുന്ന ചടങ്ങുണ്ട്. ഇതിൻ്റെ അകത്ത് എത്ര കാണുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഓപ്പൺ ചെയ്ത്. സോ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ലാസ്റ്റ് മിനിറ്റാണ് നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് എത്ര രൂപ ഉണ്ടെന്ന് നോക്കാം. കാരണം ഇത് ഞാൻ നേപ്പാൾ പോകാൻ വേണ്ടി സേവ് ചെയ്ത മണിയാണ്. സോ ലെറ്റ്സ് അൺബോക്സ്. $25
ഡിസംബർ ആയപ്പോഴത്തേക്ക് നേപ്പാൾ പോകാൻ വേണ്ടി സേവ് ചെയ്തതാണ്. സോ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റാണ് ഈ കാര്യം ഞാൻ ഓർത്തത്. സോ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കാം. നേരത്തെ റൂം ഉണ്ടെന്ന്. സോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി എടുത്തോട്ടൊന്നോ. രണ്ട് താക്കോലൊക്കെ ഒരുമിച്ചിടുകയാണ് ഞാൻ. എന്തരാണോ മൊത്തം പോയിരിക്കുമല്ലേ. യെസ് ഗൈസ്, ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. പെട്ടി ഇത്രയാണ് നമ്മൾ സേവ് ചെയ്യുന്നത് ഗൈസ്. 500 ഉണ്ട് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ ഒന്നും ഇല്ലാന്ന് വിചാരിക്കരുത്. പിന്നെ വല്ല കോയിൻസ് കൂടെ. ഓക്കെ, ഇതിന് എണ്ണാനൊന്നും വയ്ക്കാൻ എനിക്ക് വയ്യ. ആ 500 എടുത്തു. അതാ 500 എടുത്തു. ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. അപ്പം നമുക്ക് എന്തായാലും ഇത് ജസ്റ്റ് നമ്മൾ നേപ്പാൾ പോകുന്ന ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയതും അത് എന്തൊക്കെയാണെന്നും പിന്നെ ആ ഒരു എന്താണ് അതാണ് എക്സൈറ്റ്മെന്റ് ഒന്നും ആക്ച്വലി നമുക്കില്ല. നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയത് കംപ്ലീറ്റ് എക്സൈറ്റ്മെന്റ് വരാത്ത കാരണം കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം ടിക്കറ്റ് എന്താ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുവാണ്. ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ. അപ്പോൾ അതൊരു ബാഡ് മാർക്ക് പോലെ കിടക്കാൻ ഞങ്ങളുടെ മൈൻഡിൽ. പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ള മൈൻഡിലാണ് അല്ലേ. പിന്നെ ഈ ഒരു ബ്ലോഗിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത പാട്ടായിട്ട് വരുന്നതായിരിക്കും നേപ്പാൾ സീരീസ് 1, നേപ്പാൾ സീരീസ് 2 ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് ട്രെയിൻ റൈഡ് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റയിൽ നമ്മൾ റീൽസും കാര്യങ്ങളും സ്റ്റോറിയും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആർക്കെങ്കിലും കയറി ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ പ്രൊഫൈല് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം. ബൈ. നേപ്പാളിൽ കാണാം.